Good evening, students. Welcome to this online section. Okay, ഇന്ന് നമ്മൾ പറയാനുള്ള ചാപ്റ്റർ ഏതാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും മക്കളെ ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലേ ഒന്ന് പറയാവോ? ഓക്കെ, എനിക്കെന്താ പറയാ, ഇത് ഇവിടെ ഇത് വരുന്നില്ല കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലേ? കേൾക്കുന്നില്ല. ഓക്കെ 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 യെസ് യെസ് യെസ്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ടോപ്പിക് നമുക്ക് സെക്കൻഡ് ഇയറിലെ ഈസ് എ വെരി 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 ഓക്കെ. ഇപ്പോഴാണ് മെസ്സേജ് വരുന്നത് കേട്ടോ. കാരണം നമ്മുടെ പബ്ലിക് ലൈവ് ആയതുകൊണ്ട് കുറച്ചൊരു ഈ ഒരു യൂട്യൂബ് ലൈവ് ആയതുകൊണ്ട് കുറച്ചൊരു ഡിലേയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ യെസ് യെസ് എന്നുള്ളതൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൽ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഓൾ സെറ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ മാർക്ക് നമ്മൾ വാങ്ങിക്കണം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ പറയാറില്ലേ, കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം എന്ന് പറയുന്നത് പോലെ എന്താ, കുറഞ്ഞ എഫേർട്ടിൽ നല്ല മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ നമുക്കതിനെ ഫുൾ മാർക്ക് ഉറപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ ചാപ്റ്ററിന് മാർക്ക് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ അല്ലെ. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ് ടു എവരിബഡി ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് സെക്ഷൻ. നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തില് മക്കളെ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ നിങ്ങൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ഉണ്ട്. അത് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ട്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ബിഹേവിയറൽ ഹെൽത്ത് ഉണ്ട്. ഈ എല്ലാത്തിന്റെയും കൂടെ ഇസ് സം ടോട്ടൽ ഓഫ് all health, all aspects of health, like the physical health, mental health, social, behavior, emotional, all these put together we call it as the health according to WHO. ഇത് പറഞ്ഞത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ കൂടെ ഈ ഒരു ഹെൽത്തിന്റെ കൂടെ നമുക്ക് എന്തുകൂടെ പറയാം, ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്. അതാണ് ശരിക്കും ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സൊസൈറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ WHO അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് ടോട്ടൽ വെൽബീയിങ് അല്ലെ, ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് അത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കൂടിയാണ്. നമ്മൾ പറയുന്നു ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയർ, സോഷ്യൽ. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് ഇവർക്ക് എന്തായിരിക്കണം, അവര് സെക്ഷലി ബാലൻസ്ഡ് ആയിരിക്കണം. ഈ ഒരു കാര്യത്തിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തില് അവർക്ക് നമ്മൾ പറയാം, പീപ്പിൾ ഹാവിംഗ് ഫിസിക്കലി ആൻഡ് ഫങ്ഷണലി നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്. അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് നോർമൽ ആയിരിക്കണം, ഫങ്ഷൻ ചെയ്യണം. പിന്നെ ആൻഡ് നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻ among them in all sex related aspects. സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സുമായിട്ട്, സെക്സ് റിലേറ്റഡ് കാര്യങ്ങളുമായി നോക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാവണം എന്നാ പറയുന്നത്, നോർമൽ ബിഹേവിയറൽ ആൻഡ് ഇന്ററാക്ഷൻ, നല്ല പെർഫെക്റ്റ്, അതായത് നല്ല ഹെൽത്തി ആയിരിക്കുന്ന ഇന്ററാക്ഷൻ ഉണ്ടാവണം. ഈ ഒരു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് സൊസൈറ്റിക്ക് പ്രശ്നം വരുമ്പോഴാണ് സമൂഹത്തിൽ സെക്സ് റിലേറ്റഡ് ക്രൈമുകളും പ്രോബ്ലങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ്, ഒരു ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി അക്കോർഡിംഗ് ടു WHO എന്നുള്ള പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത നിങ്ങൾക്ക് നോക്കാം, ഇന്ത്യ വിൽ ദ ഫസ്റ്റ് കൺട്രി
ഇൻട്രൊഡ്യൂസ് ഫാമിലി പ്ലാനിങ് അല്ലെ? 1951 ഇന്ത്യയാണ് സത്യം പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഒരു ഫാമിലി പ്ലാനിങ് കൺസെപ്റ്റ് കൊണ്ടുവന്നത്. 1951. 2 ഇയർ ആണ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അത് 1951 1971 അപ്പൊ 1951 എന്ത് ചെയ്തു? 1951 ഇന്ത്യ ഫാമിലി പ്ലാനിങ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈ സ്ലൈഡ് കറക്റ്റ് ആണോ? ഇവിടെ കുറച്ച് മുകളിലേക്ക് കയറിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ സ്ലൈഡ് എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കേടാ, ഇനി നമുക്ക് നോക്കാം. നമുക്കിപ്പോ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന പേരെന്താ? പണ്ട് നമ്മളതിനെ ഫാമിലി പ്ലാനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്താ? When you heard about the word family planning, reduce the number of children. പക്ഷെ നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോഴോ അത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ് നമുക്ക്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, ദാറ്റ് ഈസ് RCH. നമ്മുടെ ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കുറച്ചൊരു ലാഗ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, വളരെ ഡ്രൈ ആണ് തോന്നും നിങ്ങൾക്ക്. ഒരു ഫസ്റ്റ് 15 to 20 മിനിറ്റ്സ് കുറച്ചൊരു ലാഗ് ചെയ്യുന്ന ഏരിയ ആണ്. ഒരു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് പോകുന്ന ബയോളജിയുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ആഫ്റ്റർ 20 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കാൻ കോൺട്രാസെപ്റ്റീവ് മുതൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. സ്ലൈഡിന്റെ ടോപ്പ് കാണില്ല, സ്ലോപ്പ് കാണുന്നില്ല ആണോ? അത് കാണില്ല നിങ്ങൾക്ക്? ഒന്ന് നോക്കിയേ, ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലടാ, സ്ലൈഡ് ഫുള്ള് നിങ്ങൾ കാണുന്നില്ലേ? ഒന്ന് നോക്കൂ, വേഗം പറയണേ. കാരണം എന്ന് വെച്ചാൽ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ കാണുന്നുണ്ട് നമുക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഈ RCH എന്ന് പറയും, റീപ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അതാണ് അബ്രിവേറ്റ് ചെയ്തിട്ട് RCH എന്ന് പറയാ. ഈ RCH എന്താണെന്ന് ചോദിച്ചാൽ, ഫുൾ നെയിം ചോദിച്ചാൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാൻ വായിച്ചു നോക്കിയതാണ്, സ്ലൈഡ് കാണുന്നുണ്ട്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിനെയാണ് നമ്മൾ RCH എന്ന് പറയാ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം RCHന്റെ എയിംസ് എന്തൊക്കെയാണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് ഒരു പരിധി വരെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ എയിംസ് ഓഫ് RCH അല്ലെ? എയിംസ് ഓഫ് RCHന്റെ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ എയിംസ്, ദാറ്റ്സ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എയിംസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ എയിംസ് ഓഫ് RCH? നോക്കാം നമുക്ക് എന്തൊക്കെ പറയുന്നു. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ വിത്ത് ഹെൽപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ ആൻഡ് പ്രിന്റ് മീഡിയ. ഓഡിയോ വിഷ്വൽ മീഡിയ അതുപോലെ പ്രിന്റ് മീഡിയയിൽ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഏജൻസീസ് ടു ടേക്ക് ദ സ്റ്റെപ്സ്. എന്തിനാണെന്നറിയാവോ? ടു ക്രിയേറ്റ് അവയർനെസ്. എന്തിന്റെ അവയർനെസ്? ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് ഓർ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്ട്സ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? നമ്മൾ ഈ ഒരു കുറച്ചെണ്ണം നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒന്നാമത്തത്, ഈ ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക. എന്തിനെ പറ്റിയിട്ട്? സെക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആസ്പെക്ട്സിനെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്, അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. Can you follow the first aim of RCH in order to give awareness about the sex related or the reproductive related aspects. Okay, അപ്പോൾ ഉണ്ടാവുന്ന സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. മക്കളെ, നിങ്ങൾ പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കണേ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കാം. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ ലെവൽ. സ്കൂൾ ലെവലിൽ എന്ത് ചെയ്യുന്നു? സെക്സ് എഡ്യൂക്കേഷൻ
നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് സെക്സ് റിലേറ്റഡ് കാര്യങ്ങളുമായിട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായി നമ്മൾ ആരോടും ചോദിക്കില്ല. നമ്മൾ ചോദിക്കുന്ന ആരോടാ? ഫ്രണ്ട്സിനോടാണ് ചോദിക്കുക. ഫ്രണ്ട്സ് ആണെങ്കിലോ അത് വളരെ എക്സ്പെർട്ടായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ബിക്കോസ് ദേ ഓൾസോ ഡു നോട്ട് നോ, അല്ലെ, അവർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അപ്പൊ അവർ കേട്ടറിവ് നിങ്ങളോട് പകർന്നു തരും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു തെറ്റായ അല്ലെ തെറ്റിദ്ധാരണകളിലാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ അതെന്താ ചെയ്യുക? സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. അപ്പൊ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ആ തരത്തിലുള്ള മിത്സ് അല്ലെങ്കിൽ മിസ് ബിലീഫില്ലേ, തെറ്റിദ്ധാരണകള് അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. എന്തിന്? ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ, അല്ലെ, ആൻഡ് ടു ഡിസ്കറേജ് ചിൽഡ്രൻ ഫ്രം ബിലീവിംഗ് ദ മിത്സ് ആൻഡ് മിസ്കൺസെപ്ഷൻ. തെറ്റിദ്ധാരണകള്, അന്ധവിശ്വാസങ്ങള് ഇല്ലാതാക്കാൻ എന്തുമായി ബന്ധപ്പെട്ട സെക്സ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അങ്ങനത്തെ ഈ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സ്കൂളിലെ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. ദിസ് ഇസ് സെക്കൻഡ് എയിം, ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ ലെവൽ. ഓക്കെ, വാട്ട്സ് ദ തേർഡ് വൺ? Information, provide the information about the reproductive organs, adolescence and related changes. You know, during the adolescent period, lot of changes take place in boys and especially in girls. അല്ലെ, ഈ അഡോളസെന്റ് പീരീഡില് ബോയ്സിനും ഉണ്ട്, എന്നാൽ ഒരു പരിധി കൂടുതലായിട്ട് ആർക്കും ഉണ്ട്, പെൺകുട്ടികളിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ആ ചേഞ്ചസിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഇതാണ് അടുത്തത്. അപ്പൊ നമ്മൾ 3 പോയിന്റ്, ഒരു 4-5 പോയിന്റ് നിങ്ങൾ ഇതിൽ പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, ഗിവ് ദ അവയർനെസ്, പ്രൊവൈഡ് ദ awareness about reproductive related, sex related aspects. അത് എന്തിലൂടെയാ? പ്രിന്റ് മീഡിയ, അതല്ല പ്രിന്റ് മീഡിയയിലൂടെയോ ഓഡിയോ വിഷ്വലിലൂടെയോ ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. രണ്ടാമത്തെ എന്താ? ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ ലെവൽ ഇൻ ഓർഡർ ടു റിമൂവ് ഓൾ ദ സെക്സ് റിലേറ്റഡ് മിത്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗാനിനെ പറ്റി, about give an idea, give an information about the reproductive organs or adolescent period and what are the changes during the adolescent period. All this. അപ്പൊ 3 പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? Can you follow these 3 points? നമ്മൾ 4-5 പോയിന്റുകൾ പഠിക്കുന്നുണ്ടെങ്കിലും ഈ 3 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. We already studied about 3 points. We are going to study a few more points. At least you should know 4 or 5 points. Okay? Next one is about proper information. അല്ലേ, അടുത്ത പോയിന്റ് എന്താ? Proper information about safe and hygienic sexual practice. How you can conduct the safe and hygienic sexual practice. പിന്നെ അതേപോലെ STDs. What do you mean by STD? STD means sexually transmitted disease. അല്ലെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പറ്റി, ഹൗ ഇറ്റ് വിൽ സ്പ്രെഡ്, ഹൗ ക്യാൻ വി പ്രിവെന്റ് ഇറ്റ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് STD, എങ്ങനെയാണിത് പകരുന്നത്, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇപ്പോ അടുത്ത പോയിന്റ്, യെസ്, പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസ്. ദെൻ അബൌട്ട് STD, that means how the STD can be spread from one person to other, and what are the preventive measures we want to take. All these are the idea or under RCH. അല്ലേ, ഇതൊക്കെയാണ് RCHലുള്ള 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താന്ന് നോക്കൂ. എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് അവൈലബിൾ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്. അല്ലെ, ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന ബർത്ത് കൺട്രോൾ ഓപ്ഷനെ പറ്റി നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. ബർത്ത് കൺട്രോൾ, കോൺട്രാസെപ്ഷൻ, ബർത്ത് കൺട്രോൾ മെത്തേഡ് എന്തൊക്കെ അവൈലബിൾ ആണ്
എന്നുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ പരമാവധി നമ്പർ ഓഫ് ബർത്ത് കുറച്ച് സ്മോൾ ഫാമിലി ആക്കി മാറ്റാനുള്ള ഒരു ഇതിലാണല്ലോ അല്ലെ, ആ ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ, ഈ പ്രഗ്നന്റ് വുമണിന്റെ ഹെൽത്തിന്റെ കാര്യങ്ങൾ അല്ലെ. നമുക്കറിയാം, ഫസ്റ്റ് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ. അത് എപ്പോഴാ? കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത് ബിഫോർ ഡെലിവറി ആണ്. പ്രീനാറ്റൽ എന്ന് പറയും അല്ലെ, ബിഫോർ ഡെലിവറി, അതായത് പ്രസവത്തിന് മുമ്പ് അമ്മയുടെ സംരക്ഷണം. ആഫ്റ്റർ ബർത്തോ അമ്മയുടെയും കുഞ്ഞിന്റെയും സംരക്ഷണം. ഇമ്പോർട്ടൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടന്റ്? ഓക്കെ, ഇൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻ കൊടുക്കണം ആളുകൾക്ക്. അതായത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ ആൻഡ് ആഫ്റ്റർ ഡെലിവറി ദ കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ്. ഇപ്പൊ പ്രസവിക്കുന്നതിന് മുമ്പേ ആ പ്രഗ്നന്റ് വുമണിന്റെ ഹെൽത്തിന്റെ പ്രോബ്ലം, അതിന് നമ്മൾ എങ്ങനെയൊക്കെ കെയർ കൊടുക്കാം. അതേപോലെ തന്നെ പ്രസവിച്ചതിന് ശേഷം മദറിന്റെയും ചൈൽഡിന്റെയും ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അടുത്തത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ലാത്തൊരു സംഭവമാണ്. കേരളത്തിന് പുറത്ത് എന്തായാലും ബോധവൽക്കരണം കൊടുക്കണം. എന്താ? അവയർനെസ് അബൌട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലെ. അതായത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഈക്വൽ എന്താണ് ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ എന്തായിരുന്നാലും അവരെ സ്വീകരിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ RCH നൽകുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചുള്ള പ്രശ്നമില്ല. കാരണം കേരളത്തിലെ കുട്ടികൾ എന്ത് തന്നെ ആയാലും അവർ വളരെ അമ്മയും അച്ഛനും അത് വളരെ നല്ല കുട്ടികളെ സ്വീകരിക്കും. എന്നാൽ കേരളത്തിന് പുറത്ത് നിങ്ങൾക്കറിയാം എന്തുണ്ട്? ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെ, ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും കൃത്യമായിട്ടും അതിനെ എതിർക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം കൂടെ RCHലുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത പോയിന്റ് എന്താ? അവയർനെസ് ഓഫ് പ്രോബ്ലം ഡ്യൂ ടു ഓവർ പോപ്പുലേഷൻ കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സെക്സ് അബ്യൂസ്, സെക്സ് റിലേറ്റഡ് ക്രൈം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദീസ് ആർ സം ഓഫ് ദ പോയിന്റ്സ് അബൌട്ട് RCH. അപ്പൊ RCHന്റെ കുറച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എയിംസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു 4-5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ബട്ട് യു ഷുഡ് നോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതും അതിൻ്റെ ഒരു എന്ത് തന്നെയാണ്, വൺ ഓഫ് ദ എയിം ആണ്. പക്ഷെ അതിനു മുമ്പേ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ അല്ലേ? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. എന്താ? വാട്ട് യു മീൻ ബൈ amniocentesis? amniocentesis എന്താണെന്നും വൈ ഇറ്റ് ഈസ് ബാൻഡ് എന്നും നമ്മൾ പഠിക്കണം. അത് ചില കാര്യത്തിന് വേണ്ടി മാത്രമാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള അതിന്റെ ഡെഫിനിഷനുള്ള കാരണം നമ്മൾ ബാൻ ചെയ്തിരിക്കുന്നു. എന്താണ് amniocentesis? ഇത് പഠിക്കണം മക്കളെ. amniocentesis is a prenatal sex determination technique based on the chromosomal pattern in the amniotic fluid. Is it okay? ഇതുവരെ പറഞ്ഞാൽ അടുത്ത പറയട്ടെ. amniocentesis നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? amniocentesis നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, അതിനെ പറ്റി പറയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണുന്നില്ല, മെസ്സേജ് ഡിലേ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഓക്കെ, എനിഹൗ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എന്താ പറയാൻ പോകുന്നത്? amniocentesis എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ prenatal sex determination technique. Prenatal means പ്രസവിക്കുന്നതിന് മുമ്പേ, ബിഫോർ ഡെലിവറി അല്ലേ? അപ്പോ പ്രീനാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ, യെസ്, പ്രീനാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക് based on chromosomal pattern in the amniotic fluid
that surround the embryo. Okay, ഇപ്പോൾ yes എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. അതേപോലെ കുറച്ച് ഡിലേ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ പ്രീനാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. സെക്സ് ജനിക്കുന്നതിന്റെ മുമ്പെയുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ക്രോമസോമൽ പാറ്റേൺ. എവിടെയുള്ള ക്രോമസോമൽ പാറ്റേൺ ആണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. വാട്ട് ഈസ് അമ്നിയോ? ദ ഫ്ലൂയിഡ് വിച്ച് സറൗണ്ട് ദ എംബ്രിയോ. എംബ്രിയോയെ സറൗണ്ട് ചെയ്യുന്ന, ചുറ്റിക്കാണപ്പെടുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിലുള്ള ക്രോമസോം പാറ്റേൺ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീനാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക്കിനെയാണ് നമ്മൾ ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ സ്ലൈഡിൽ കാണാം. ടെക്നിക് ബേസ്ഡ് ഓൺ ക്രോമസോം, പ്രീനാറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെക്നിക് based on the chromosomal pattern of the amniotic fluid. This is the definition of amniocentesis. You can see in the diagram, you can see in the slide, that is diagram നിങ്ങൾക്ക് കാണാം, ഇപ്പർ സൈഡിൽ എക്സ്പ്ലനേഷനും കാണാം. ആംനിയോസെന്റസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അടുത്തൊരു ചോദ്യമുണ്ട്, why it is. നിങ്ങൾക്ക് കാണാം statutory ban on amniocentesis. why? ആംനിയോസെന്റസിസ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു. എന്തിന്? Amniocentesis for the sex determination to legally check increasing female feticide. You know, it is not possible in the case of Kerala. നമുക്കറിയാവുന്നത് കേരളത്തിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കേരളത്തിന് പുറത്തൊക്കെ പല സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ എന്ന് പറയും. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അബോർട്ട് ചെയ്യുന്ന ചില സ്വഭാവങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. എന്ത് ബാൻ ചെയ്തിരിക്കുന്നു? അല്ല, ഇതിനു മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറ്റുക? എന്തെല്ലാം കാര്യങ്ങൾ ആംനിയോസെന്റസിസിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ആംനിയോസെന്റസിസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് ആണ്, അല്ലേ? അതായത് ഫീറ്റസിന്റെ സെക്സ് കണ്ടുപിടിക്കാം, ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ക്രോമസോം. രണ്ടാമത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ലൈക്ക് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, യു സ്റ്റഡി ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, ടേർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം പോലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ചെറിയ രീതിയിൽ നമ്മുടെ ജെനറ്റിക് ഡിസോർഡേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് സാധാരണയായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രോമസോം ഡിസോർഡേഴ്സും അതേപോലെ സെക്സ് ഓഫ് ദ ഫീറ്റസുമാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അത് അലോങ് വിത്ത് സം ജീൻ, അതായത് മെന്റേലിയൻ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇതിൽ എന്താണ് ബാൻ ചെയ്തിരിക്കുന്നത്? സെക്സ് ഡിറ്റർമിനേഷൻ ബാൻഡ് ആണ്. കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ് റെഡ്യൂസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ബാൻ ചെയ്യാനാണ് നമ്മൾ ആ കാര്യം മൊത്തത്തിൽ ആംനിയോസെന്റസിസ് ബാൻ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞത് എന്താണ് ആംനിയോസെന്റസിസ്, വൈ ഇറ്റ് ഈസ് ബാൻഡ് എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ആംനിയോസെന്റസിസ് എന്തുകൊണ്ടാണ്? ഇൻ ഓർഡർ ടു ചെക്ക് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, ഇനി ഒരു ഇംപ്രൂവ്ഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇൻഡിക്കേഷൻ ഓഫ് എൻ ഇംപ്രൂവ്ഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി? ഒരു ഹെൽത്തി സൊസൈറ്റി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉള്ള ഒരു സൊസൈറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബെറ്റർ അവയർനെസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് മാറ്റേഴ്സ്. സെക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തു വേണം? ഓക്കെ, വെരി ഗുഡ്. സെക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബെറ്റർ അവയർനെസ് വരണം. രണ്ടാമത്തത്, ഡിക്രീസ്ഡ് മെറ്റേണൽ ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് MMR, IMR. MMR-ഉം കുറയണം, IMR-ഉം കുറയണം. അപ്പോഴോ നമുക്ക് എന്തോ, അതായത് പ്രസവ സമയത്ത്, പ്രസവ സമയത്ത് അമ്മമാര് മരിച്ചു പോകുന്നത് കുറയണം, പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ മരിക്കുന്നതിന്റെ എണ്ണം കുറയണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി, കേട്ടിട്ടുണ്ട്? സ്മോൾ ഫാമിലി, ഹാപ്പി ഫാമിലി, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണത്. ഇന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും
ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം 3 കുട്ടികളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ അതിൽ കൂടുതൽ വരുന്നത് എപ്പോഴും ചിലപ്പോൾ ഒരു വിശ്വാസം എന്നത് ഇതിലാണ്. കുറെ ആൺകുട്ടികളായാൽ പെൺകുട്ടി ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുറെ പെൺകുട്ടികളായാൽ ആൺകുട്ടി ഉണ്ടാവാൻ, അങ്ങനൊരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്പർ കൂടുന്നത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 or 2, നോർമലി ഓർ മാക്സിമം 3 ഒക്കെ വരുള്ളൂ. അപ്പോ കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് MMR. ഓക്കെ, ബെറ്റർ ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ ഓഫ് STD അല്ലേ. STD ഇപ്പൊ വളരെ കുറവാ, കാരണം നമുക്കറിയാം ഇത് എങ്ങനെ വരുന്നു, എങ്ങനെ തടയാം. അപ്പൊ നമുക്ക് അവയർനെസ് ഉണ്ടാവണം. ദെൻ ഓവറോൾ ഇൻക്രീസ് ഇൻ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കൂടിയില്ലേ. ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടിയത് കൊണ്ടാണ് MMR കുറഞ്ഞതും IMR കുറഞ്ഞതും. യെസ്, maternal mortality rate, that is MMR, infant mortality rate is IMR, രണ്ടും ഡിക്ലൈൻ ചെയ്യാൻ കാരണം മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടിയത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ഒരു ചെറിയ രീതിയിൽ വേൾഡ് പോപ്പുലേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അല്ലെ. നിങ്ങൾക്കറിയാം വേൾഡ് പോപ്പുലേഷൻ എത്രയായിരുന്നു in 1900? 1900 ഇറ്റ് ഈസ് 2 ബില്യൺ. എന്തോ 1900 എത്രയായിരുന്നു? 2 ബില്യൺ ഉള്ളത് 2000 ആയപ്പോഴത്തേക്ക് അത് 6 ബില്യൺ ആയി. ദാറ്റ് മീൻസ് 3 times ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. വിതിൻ 100 years എത്രയാ വരുന്നത്? 100 years കൊണ്ട് 1900 2 ബില്യൺ, അതായത് 2 ബില്യൺ മീൻസ് 2000 മില്യൺ ഉണ്ടായിരുന്ന വേൾഡ് പോപ്പുലേഷൻ 2000 ആയി. വിതിൻ 100 years ഇറ്റ് ബിക്കം 6 ബില്യൺ, ഈസ് ഇൻക്രീസ് 3 times. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾ നോക്കൂ 2011 അത് 7.2 ബില്യൺ ആണ്. ഇതേപോലെ ഇന്ത്യൻ പോപ്പുലേഷനോ, ഇന്ത്യൻ പോപ്പുലേഷൻ നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലേക്കാണ്. കാരണം ഇത് നോക്കൂ 350 മില്യൺ ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. അറൌണ്ട് 1950 അല്ലെ 1947 അത് 350 മില്യൺ ഉള്ളത് ഓൾമോസ്റ്റ് 3 times കൂടിയിട്ട് എത്ര വർഷം കൊണ്ടാന്ന് നോക്കൂ. വേൾഡ് പോപ്പുലേഷൻ 100 years കൊണ്ട് 3 times ആയെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് അതിന്റെ പകുതി സമയം കൊണ്ട് 3 times ആയി. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രത്തോളമാണ് ഇന്ത്യൻ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിന് കാരണം? വൈ ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? വാട്ട് ആർ ദ റീസൺ ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? അത് നമ്മുടെ അണ്ടറിലാണോ അല്ലയോ, നമ്മുടെ കൺട്രോളിലാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ, റിസൾട്ട്സ് എന്തൊക്കെയാണ്, അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിയും. ഓക്കെ, നോക്കൂ. വാട്ട് ആർ ദ കോസസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ എന്തൊക്കെയാണ് റീസൺ, എന്തൊക്കെയാന്ന് നോക്കൂ. ഒന്ന്, ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ്. ഓവറോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞില്ലേ? ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഒരു നമ്മൾ എന്താ പറയാ ഏജ്ഡ് ഡെത്ത് എന്നെല്ലാം പറയില്ലേ, വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരിക്കുന്നത് അത് കുറഞ്ഞു ഇന്ത്യയിലും ലോകത്തിൽ തന്നെ. അപ്പോൾ ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, ഓവറോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു. രണ്ടാമത്തത് ഡിക്ലൈൻ ഇൻ MMR, മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. അമ്മമാര് മരിക്കുന്നത്, പ്രസവ സമയത്ത് അമ്മമാര് മരിക്കുന്നത് കുറഞ്ഞു. കാരണം എന്താ? നമ്മൾ വളരെ നല്ല ഹോസ്പിറ്റലൈസേഷൻ നടത്തി കഴിഞ്ഞു. ഈ അമ്മമാരെ അത് പ്രസവിക്കുന്ന മുമ്പ് പ്രഗ്നന്റ് വുമണിനെ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങും. എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റൽ, അതാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടി എന്ന് പറയുന്നത്. അപ്പൊ MMR കുറഞ്ഞു. അതുപോലെ ഡിക്ലൈൻ ഇൻ IMR കുറഞ്ഞു. MMR കുറഞ്ഞു, IMR കുറഞ്ഞു. പിന്നെ ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഫെസിലിറ്റി. ഈ 2 കാരണം കൊണ്ടാണ് IMR MMR കുറഞ്ഞത്. പിന്നെ ഇൻക്രീസ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ്. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. പക്ഷേ ഈ പറഞ്ഞ 4 എണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ 5ാമത്തത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റീസൺ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലുള്ള ആൾക്കാരുടെ
എണ്ണം കൂടി അവർ കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ 5 പോയിന്റില് 4 പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ ലെസ് ഇമ്പോർട്ടന്റ് ആണ് 5ാമത്തെ പോയിന്റ്. ദീസ് ആർ ദ 5 റീസൺ അല്ലെ വൈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒക്കേഴ്സ്. മക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് അടുത്തൊരു നമ്മുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇനി അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷന്റെ അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാ? പരിണിത ഫലങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോ പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിഗ്രി സെലക്ഷനും കാര്യങ്ങളുമാണ്. ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു വഴി എന്താ? എൻട്രൻസ് ആണ് അല്ലെ? ഇപ്പൊ ഡിഗ്രിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഇഷ്ടംമാതിരി എന്തുണ്ട്? സ്കൂളുകൾ. ഇപ്പൊ CBSE സ്കൂളുകൾ, നമ്പർ ഓഫ് CBSE സ്കൂൾ ഇൻ ഈച്ച് ഡിസ്ട്രിക്ട് ഈസ് ഹൈ അല്ലെ, ഒരുപാടുണ്ട്. പക്ഷേ കോളേജിന്റെ എണ്ണം കുറവാ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ 100 സ്കൂൾ ഉണ്ടെങ്കിൽ ഒരു 10 കോളേജ് ആണെങ്കിൽ ഇത്രയും എവിടെ അക്കോമോഡേറ്റ് ചെയ്യും? അതേസമയത്ത് 10 സ്കൂളുകൾ വരുന്നെങ്കിൽ 10 കോളേജ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പൊ നമ്പർ ഓഫ് സ്കൂൾ കൂടി, കോളേജിന്റെ എണ്ണം അതിനനുസരിച്ച് റേഷ്യോ കുറഞ്ഞു. ഇതേപോലെ തന്നെയല്ലേ നമ്മൾ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത്? വൈ യു ആർ ടേക്കിംഗ് ദിസ് നീറ്റ് എക്സാം? നിങ്ങൾ ഒരു 18-20 ലക്ഷം കുട്ടികളാണ് ഒരു വർഷത്തിൽ നീറ്റ് എക്സാം എഴുതുന്നത്. പക്ഷെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വന്നത് 1 lakh ഉള്ളൂ. 18 to 20 lakh they are writing the exam. അപ്പോൾ നമ്പർ കൂടിയത് കൊണ്ടാണ് കോമ്പറ്റീഷൻ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 1 ലക്ഷം കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷ എഴുതാൻ, 1 ലക്ഷം കുട്ടികൾ തന്നെയാണ് സെലക്ഷൻ എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ പിന്നെ എക്സാമിന്റെ ആവശ്യമില്ല, നേരിട്ടിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ കൂടുന്നതനുസരിച്ച് കോമ്പറ്റീഷൻ കൂടുകയാണ്. അതല്ലേ പറയുന്നത്? ഇങ്ങനെ നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് അല്ലെ, ഫുഡിന് സ്കേഴ്സിറ്റി, ലഭ്യത കുറയും. അതേപോലെ തന്നെ ഷെൽട്ടർ, ക്ലോത്തിങ്, ഇതിനൊക്കെ എന്ത് വരും? കോമ്പറ്റീഷൻ വരും. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ടാവില്ലേ? കാരണം ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. ജോലിയുടെ എണ്ണം കുറവായിരിക്കും, പക്ഷെ കാൻഡിഡേറ്റിന്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളത് ഓവർകം ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്? ഇതുകൂടെ പറഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക് കഴിയുകയാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ടു ടേക്ക് by the government to overcome population explosion? population explosion തടയാൻ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് മോട്ടിവേറ്റ് ദ സ്മോളർ ഫാമിലി ബൈ യൂസിങ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെ. ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മലയാളത്തിൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയും. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി, മെത്തേഡ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. അപ്പൊ അത്തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്താണെന്ന് ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ അഡ്വർടൈസ്മെന്റ്, ഇപ്പൊ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇത് പണ്ടത്തെ സ്ലോഗനാണ്. ഹം ദോ ഹമാരേ ദോ, നാം 2 നമുക്ക് 2 എന്നത് ഒക്കെ മാറിയിപ്പോ ഹം ദോ ഹമാരേ ഏക് നായി അല്ലെ. ഇപ്പൊ ഏതാണ്? ഇനി കുറച്ച് കഴിയുമ്പം എന്താണ് പറയാന്ന് എനിക്ക് ഹിന്ദി പറയാൻ അറിയാത്തതുകൊണ്ടാണ്, മനസ്സിലായല്ലേ? നാം 2 നമുക്ക് 1 വരെ പറയാനറിയാം. അപ്പൊ അതാണ് ഇപ്പൊ ഇത്ര എത്തിയിട്ടുള്ളൂ. എന്താ വരുന്നത്? ഹം ദോ ഹമാരേ ദോ, ഈ സ്ലോഗൻ. ഇപ്പൊ അത് മാറിയിട്ട് ഹം ദോ ഹമാരേ ഏക് എന്നായിട്ടുണ്ട്, മനസ്സിലായി? അതേപോലെ തന്നെ ഈ അർബൻ ഏരിയയിൽ 1 ചൈൽഡ് നോം അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കപ്പിൾസ്. 1 ചൈൽഡ്, ഒരു കുട്ടി മതി എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഇതൊക്കെയാണ്. പിന്നെ ഇൻസെന്റീവ് ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലി, ചെറിയ കുടുംബം ഉള്ളവർക്ക് ചില ഇൻസെന്റീവ് ഒക്കെ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടത്? അവർ ആ ചെറിയ കുടുംബത്തിൽ മോട്ടിവേറ്റ് ചെയ്യാണ്, ചെറിയ കുടുംബം മതി എന്നുള്ള നമ്പർ ഓഫ് ചിൽഡ്രനെ കുറയ്ക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് സ്റ്റെപ്സ് എടുക്കുന്നത് ടു ഓവർകം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇതിന്റെ ഭാഗമാണ് മാരേജബിൾ ഏജ് അല്ലെ. പണ്ട് ശൈശവ വിവാഹമൊക്കെ നടന്നിരുന്നതാണ്. ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്ന, ഇപ്പൊ ആ ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്ന മെത്തേഡുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എന്താ? അത് ഒരുപാട് നിയമ വിരുദ്ധമാണ്. നിങ്ങൾക്കറിയാം എത്ര ഏജ് ആണ്
ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടത് പെൺകുട്ടിക്ക് എത്രയാന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് എത്രയാ? അതായത് 18 years ഫോർ ഗേൾസ് ആൻഡ് 21 years ഫോർ ബോയ്സ് ആണ്. അതിലും മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഡോക്യുമെന്റ് ചെയ്ത ഇത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ദ റൈസിംഗ് ഓഫ് മാരേജബിൾ ഏജ് of female is 18 years and that of the male is 21. നിങ്ങൾക്കറിയാം അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ എഴുതുമ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. നൗ വി ആർ റീച്ചിങ് ദ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഡെഫിനറ്റ്ലി. ദാറ്റ് ഈസ് അബൌട്ട് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. ടെൽ മീ വാട്ട് യു മീൻ ബൈ കോൺട്രസെപ്റ്റീവ്. എന്താണ് കോൺട്രസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ? കോൺട്രസെപ്റ്റീവ്സ് ആർ ഇസ് എ മെത്തേഡ് which is used to prevent unwanted pregnancy. അല്ലേ? ആവശ്യമില്ലാത്ത, അല്ലാതെ പ്രിവെന്റ് പ്രഗ്നൻസി എന്നല്ല, അൺവാണ്ടഡ് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് കോൺട്രസെപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഗർഭനിരോധനം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് കോൺട്രസെപ്ഷൻ. അപ്പോ ദ മെത്തേഡ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി. എന്താണ് ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റിന് ഉണ്ടാവേണ്ട ലക്ഷണങ്ങൾ? ടെൽ മീ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് എൻ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്. മക്കളെ റെഡി ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സെക്ഷൻ ഏകദേശം നമ്മൾ ഒരു 35 minutes എടുത്തു. ആ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ ഐഡിയൽ കോൺട്രസെപ്റ്റീവിന് ഉണ്ടാവേണ്ട characters എന്തൊക്കെയാണ്? What the qualities an ideal contraceptive should have? അതൊക്കെയാ. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, യൂസർ ഫ്രണ്ട്ലി ആണ്. വാട്ട് യു മീൻ ബൈ യൂസർ ഫ്രണ്ട്ലി? ഈസി ടു യൂസ്, ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം. ഓക്കെ, ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം, ഈസി ടു യൂസ് അല്ലെ? ഒന്ന്. രണ്ടാമത്തെ എന്താ? ഈസിലി അവൈലബിൾ. അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കണം. ഈസിലി അവൈലബിൾ, അത് ശരിക്കും ഫ്രീലി അവൈലബിൾ എന്നാണ്. ഈ ഫ്രീലി അവൈലബിൾ എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ കൺഫ്യൂഷൻ. വെറുതെ കിട്ടണം എന്നല്ല, നമ്മളെ ചുറ്റുപാടിൽ കിട്ടണം. ഈസിലി അവൈലബിൾ. എഫക്റ്റീവ്, വിത്തൗട്ട് സൈഡ് എഫക്റ്റ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് സൈഡ് എഫക്റ്റ് കുറവായിരിക്കും. ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ കൂടുതലുണ്ടാവാൻ പാടില്ല. എഫക്റ്റീവ് ആയിരിക്കണം, സൈഡ് എഫക്റ്റ് കുറവായിരിക്കണം. ക്യാൻ യു ഫോളോ? ഫസ്റ്റ് വൺ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. രണ്ടാമത്തത് ഫ്രീലി അവൈലബിൾ, ദാറ്റ് മീൻസ് അവൈലബിൾ, ഈസിലി അവൈലബിൾ ആയിരിക്കണം. പിന്നെ എഫക്റ്റീവ് ആയിരിക്കണം വിത്ത് ലീസ്റ്റ് സൈഡ് എഫക്റ്റ്. സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കണം. അടുത്തത് എന്താടാ? അടുത്തത് റിവേഴ്സിബിൾ ആയിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു മീൻ ബൈ റിവേഴ്സിബിൾ? റിവേഴ്സിബിൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നിങ്ങൾക്ക് ഈ ഒരു കപ്പിൾസിന് കുട്ടികൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവും വേണം, വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാവാനും പാടില്ല. കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാതിരിക്കുന്ന മെത്തേഡല്ലേ? അപ്പൊ അവർക്ക് വേണ്ട എന്നുള്ളതാണ്. അതേ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഒരു കുട്ടി വേണം. ആ സമയത്ത് അത് റിവേഴ്സ് ചെയ്യാനും പറ്റണം. അതാണ് നമ്മൾ പറയുന്ന റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഒരു കാരണവശാലും രണ്ട് കപ്പിൾസിന്റെയും സെക്ഷൽ ഫീലിങ്ങിനെയോ സെക്ഷൽ ആക്ടിനെയോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ കോൺട്രാസെപ്റ്റീവ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ്, സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട് ഓഫ് ബോത്ത് ദ പാർട്ട്നേഴ്സ്. ഇത്രയാണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്. നമുക്കറിയാം ഏറ്റവും നല്ല കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് വെസക്ടമിയും ട്യൂബക്ടമിയുമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ. വൈ? അതൊരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അത് റിവേഴ്സ് ചെയ്യാൻ വലിയ വിഷമമാണ്. അപ്പൊ അതിനർത്ഥം എന്താ? റിവേഴ്സിബിൾ അല്ല. റിവേഴ്സിബിൾ അല്ലെങ്കിൽ അത് ഐഡിയൽ അല്ല. ബെസ്റ്റ് മെത്തേഡാ, പക്ഷെ എന്താ? ഐഡിയൽ അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിവേഴ്സിബിൾ, ഈസ് ഇറിവേഴ്സിബിൾ. ക്ലിയർ ആണല്ലോ അല്ലെ?
അടുത്ത നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്ത് കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക ഈ സ്ലൈഡില് എന്തൊക്കെയാ നോക്കൂ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടെമ്പററി മെത്തേഡും അതുപോലെ എന്താ ടെർമിനൽ മെത്തേഡും. ഈ ടെമ്പററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ് റിവേഴ്സിബിൾ, മറ്റത് ഇറിവേഴ്സിബിൾ. റിവേഴ്സിബിളിനെ നമുക്ക് വ്യത്യസ്തമായി തിരിക്കാം. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ നാച്ചുറൽ മെത്തേഡ്. ഇതിന്ന് ക്വസ്റ്റ്യൻ വരും. നാച്ചുറൽ മെത്തേഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ ബാരിയർ മെത്തേഡ്. തേർഡ് വൺ ഈസ് IUD and fourth one is hormonal method. These are the four different methods. Which are the four methods? One is called natural method. Second one is the barrier method. Third one is IUD and fourth one is hormonal method. Okay. First, natural method. We can take appo endokkiyana natural method, barrier method, IUD and hormonal method. These are the four temporary methods. Permanent method is only the surgical method, that is vasectomy and tubectomy. You know, vasectomy in male and tubectomy in female. This is the surgical method. This is the terminal permanent sterilization method. Okay. എന്തൊക്കെയാണ് നാച്ചുറൽ മെത്തേഡിൽ വരുന്നത്? നാച്ചുറൽ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് different types like periodic abstinence, lactational amenorrhea and coitus interruptus. These are the three methods. Periodic abstinence, then second one lactational amenorrhea, and third one is coitus interruptus. These are the three. All this method we can explain in detail one by one. First one, we can give some examples. What are the method belong to natural? They are the natural method, periodic abstinence, lactational amenorrhea and coitus interruptus. Barrier method include condom, cervical cap, walls, okay, diaphragm. All these are belong to barriers. And IUD, there are three types of IUD, you know. Copper releasing IUD, hormone releasing IUD and non-medicated IUD. And hormonal method include some pills, hormonal pills, injection, implant, etc. These are about it's a common idea about the contraceptive methods. Okay, now we can study each one separately. This method is very, very important. Listen carefully for 10 to 15 minutes. Definitely you will get one question from this side. Okay. So what do you mean by natural method? What's the advantage of natural method? Natural method in the advantage and the disadvantage and the. What's the advantage of natural method? It's very simple. In natural method, we are not using any medicine, any device. So no side effect. ഒരു ഡിവൈസും യൂസ് ചെയ്യുന്നില്ല, ഒരു മെഡിസിനും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെയോ അതിന്റെ ഫെയിലിയർ റേറ്റ് വളരെ ഹൈ ആണ്. ഫെയിലിയർ റേറ്റ് ഈസ് സോ ഹൈ. ഒരു മോർ ദാൻ 90% ഫെയിലിയർ റേറ്റ് ആണ്. ഫെയിലിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഉദ്ദേശം കുട്ടികൾ ഉണ്ടാവരുതെന്നാണ്. ഇപ്പൊ ഇതിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടായി പോകുന്ന. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ 90% ഫെയിലിയർ റേറ്റ് ആണ് കാണുന്നത്. സക്സസ് റേറ്റ് വളരെ കുറവാണ്. അതേ സമയത്ത് നോ സൈഡ് എഫക്ട് ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് എനി മെഡിസിൻ, എനി ഡിവൈസ്. ഫസ്റ്റ് വൺ ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്? അബ്സ്റ്റൈൻ മീൻസ് അവോയ്ഡ്. അപ്പൊ നമ്മൾ പറയുന്നു മെൻസ്ട്രൽ സൈക്കിളിന്റെ 10 to 17 ഡേയ്സ് നോർമൽ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. അതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. അവോയ്ഡ് normal sexual contact between the 10th and the 17th day of the menstrual cycle. Menstrual cycle in the 10 മുതൽ 17 വരെയുള്ള നിങ്ങൾക്ക് you know very well at the middle of the cycle, no, mid of the cycle is the 14th day which one ovulation take place. So 2-3 just before ovulation, 2-3 after ovulation. This period is very dangerous period.
we call it as a fertile period. The chances of fertilization is very, very high in this period. So avoid sexual contact during this period. That is called a periodic abstinence. Then second one is lactational amenorrhea. എന്താണ് lactational amenorrhea എന്ന് പറഞ്ഞാൽ? Lacto, related to milk. Amenorrhea means no menstruation. So after parturition, this is very important definition. Explain lactational amenorrhea. That means during or after parturition, during intense breastfeeding, there is no menstruation for a period of 6 months. This is known as lactational amenorrhea. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അതായത് ആഫ്റ്റർ പാർച്ചുറേഷൻ, ഡ്യൂറിങ് ഇന്റൻസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ദർ ഇസ് നോ ഓവുലേഷൻ ആൻഡ് ദർ ഇസ് നോ മെൻസ്ട്രുവേഷൻ അപ് ടു എ പീരീഡ് ഓഫ് 6 months. അതായത് പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിന് കാര്യമായി പാല് കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 6 മാസത്തോളം എന്തുണ്ടാവില്ല? ഓവുലേഷനോ മെൻസ്ട്രുവേഷനോ ഉണ്ടാവില്ല. ഡിപ്പെൻസ് ആണ് കേട്ടോ. അത് ചില സ്ത്രീകളില് 1 വർഷം വരെ നീണ്ടുപോവാം, ചില സ്ത്രീകളിൽ കുറയാം. ആസ് എൻ ആവറേജ് 6 months വരെയില്ല എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ലാക്ടേഷണൽ അമിനോറിയ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ കാരണം? നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺ ഇല്ലേ, FSHും LHന്റെയും ആ സെക്രീഷന്റെ വ്യത്യാസമാണ് അതിന് കാരണം. ഈ ഒരു ഹോർമോണൽ ചേഞ്ച് വരാൻ കാരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ അപ്പൊ 6 months വരെയാണ് ഇതിന്റെ കാലാവധി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കോയിറ്റസ് ഇന്ററപ്റ്റസ്. അത് കേട്ടാൽ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആയുള്ള ഒരു കാര്യമാണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന വിഡ്രോവൽ മെത്തേഡ് എന്നാണ് നമ്മൾ പറയുക. സാധാരണ സെക്ഷൽ കോണ്ടാക്ട് സമയത്ത് എന്ത് ചെയ്യുന്നു? പെനിസ് ഈസ് വിഡ്രോഡ് ഫ്രം വെജൈന ഓൺലി ആഫ്റ്റർ ഇൻസെമിനേഷൻ. ഇൻസെമിനേഷന് ശേഷമാണ് പെനിസ് വെജൈനിൽ നിന്ന് വിഡ്രോ ചെയ്യുക. പക്ഷേ ഈ മെത്തേഡിൽ എന്തു ചെയ്യുന്നു? ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ, ഇൻസെമിനേഷൻ, ഇജാക്കുലേഷന്റെ ഇൻസെമിനേഷന്റെ, അതായത് രണ്ടും റിലേറ്റഡ് അല്ലേ, ഇജാക്കുലേഷന്റെ തൊട്ട് മുമ്പേ പെനിസിനെ വിഡ്രോ ചെയ്യുക. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് വിഡ്രോവൽ മെത്തേഡ് ഓർ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഇതൊക്കെയാണ് 3 മെത്തേഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായാൻ പ്രതീക്ഷിക്കുന്നു. നാച്ചുറൽ മെത്തേഡ് 3 ഈ 3 മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താ? പിശുക്കന്മാർക്ക് പറ്റിയ മെത്തേഡാണ്. കാരണം ഒരു പൈസ ചെലവില്ല, പിന്നെയോ ഒരു മെഡിസിൻ ഇല്ല, ഒരു ഡിവൈസും ഇല്ല, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷേ ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്. ദിസ് ഈസ് നാച്ചുറൽ മെത്തേഡ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ചാൻസ് ഉണ്ട്, പഠിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോണത് എന്താടാ? അടുത്ത് നമ്മൾ പറയാൻ പോണത് ബാരിയർ മെത്തേഡാണ്. ബാരിയർ മെത്തേഡ്. ബാരിയർ, വാട്ട് ഇസ് എ ബാരിയർ? നമ്മൾ ബാരിക്കേഡ് എന്നൊക്കെ കേട്ടില്ലേ? ബാരിയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ്, അല്ലെ? തടസ്സം. അപ്പൊ ബാരിയർ മീൻസ് ഇറ്റ് പ്രിവെന്റ് ദ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പെർം ആൻഡ് ഓവ. സ്പേമും ഓവയും തമ്മിലുള്ള ഫിസിക്കൽ മീറ്റിംഗ് തടയുക എന്നുള്ളതാണ് ബാരിയർ മെത്തേഡിന്റെ ഉദ്ദേശം. അപ്പൊ ബാരിയർ ഈസ് എ ഡിവൈസ് which prevent the physical meeting of sperm and ova. അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്? മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ശ്രദ്ധിക്കണേ, ക്ലിയർ ആണ്, പറയണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണേ. ഇത് കുറച്ച് ഡിലേ ആയിട്ടാണ് മെസ്സേജ് വരിക, നമ്മുടെ യൂട്യൂബ് ആയതുകൊണ്ട്. ഇവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എനിക്ക് അടുത്ത പോയിന്റ് പറയുമ്പോഴാണ് ഇതിൽ ചെറിയൊരു പ്രശ്നം. എന്താ അറിയോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ യെസ് എന്ന് ഉത്തരം പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നാണ്. അപ്പായിരിക്കും നിങ്ങളെ യെസ് എനിക്ക് കാണാം. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആവും, നിങ്ങൾ എന്തിനാണ് ഉത്തരം എഴുതിയെന്ന്. അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയുന്നത് ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാരിയർ എന്ന് പറഞ്ഞാൽ ഓക്കേടാ, ഓക്കെ. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാരിയർ പ്രിവെന്റ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് സ്പെർം ആൻഡ് ഓവ. സ്പെർമിന്റെയും ഓവയുടെയും ഫിസിക്കൽ അസോസിയേഷൻ തടയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാരിയേഴ്സ്? അതിലൊന്നാണ് കോണ്ടം. കോണ്ടം മെയിൽ ഉപയോഗിക്കും, ഫീമെയിൽ ഉപയോഗിക്കും. പക്ഷെ രണ്ടും 2 സ്റ്റൈലിലാണ്.
മെയിൽ കോണ്ടവും ഫീമെയിൽ കോണ്ടവും രണ്ടും രണ്ട് സ്റ്റൈലിലാണ് ഉള്ളത്. അതായത് മെയിൽ അത് എന്ത് ചെയ്യുന്നു, പെനിസിനെ കവർ ചെയ്യുകയാണെങ്കിൽ ഫീമെയിൽ അത് സെർവിക്സിനെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ മെയിൽ കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താടാ? മെയിൽ കോണ്ടത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ല, ഡിസഡ്വാൻറ്റേജ് എന്താ? റീയൂസബിൾ അല്ല, അല്ലെ? നമുക്ക് കോണ്ടം ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല, റീയൂസബിൾ അല്ല. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇറ്റ് പ്രിവെന്റ് STD ഓൾസോ. അത് എന്തും തടയും, STDയും തടയും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ തടയാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈ കാരണം എന്താ, സ്ത്രീ ശരീരത്തിൽ ഈ സെമൻ എത്തുന്നില്ല, ഇൻസെമിനേറ്റ് ചെയ്യുന്നത് കോണ്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീ ശരീരത്തിൽ എത്താത്തതുകൊണ്ട് പുരുഷനുള്ള STD സ്ത്രീയിലേക്ക് പകരാൻ സാധ്യതയില്ല. ഓക്കെ, then second one you can see diaphragm, cervical cap and walls. അടുത്തത് എന്തൊക്കെയാണ്? സർവിക്കൽ ക്യാപ്പ് കാണാം, ഡയഫ്രം കാണാം, വാൾസ് കാണാം, ആൻഡ് ഓൾസോ ഫീമെയിൽ കോണ്ടം. ഇതെല്ലാം ആരുപയോഗിക്കുന്നതാണ്? ഓൾ ദീസ് ആർ യൂസ്ഡ് ബൈ ഫീമെയിൽ. അപ്പൊ ഫീമെയിലിന് 4 ബാരിയേഴ്സിനും ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ മെയിലിന് ഒറ്റ ബാരിയർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എവിടെ ഉപയോഗിക്കുന്നതാണ്? യു ക്യാൻ സി ഡിഫറെന്റ് ഡയഗ്രാംസ്, അല്ലെ? പല പല ഡയഗ്രാംസ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് എവിടെ ഉപയോഗിക്കുക? ഇൻ ഫീമെയിൽ ഓൾ ദീസ് ആർ യൂസ്ഡ് ഇൻ സർവിക്കൽ റീജിയൻ. സർവിക്കൽ റീജിയനിലാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻസെമിനേഷൻ നടക്കും. അതായത് മെയിലിന്റെ സെമൻ സ്ത്രീ ശരീരത്തിൽ എത്തും, പക്ഷെ അത് യൂട്രസ് വഴി ഫെലോപ്പിയൻ ട്യൂബിൽ എത്തില്ല എന്നേ ഉള്ളൂ. അതാണ് പ്രിവെന്റ് ദ ഫിസിക്കൽ അസോസിയേഷൻ. പക്ഷേ ഇൻസെമിനേഷൻ നടക്കുന്നത് കൊണ്ട് STD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ മെത്തേഡില്. ഓക്കെ, പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇത് റീയൂസബിൾ ആണ്. കോണ്ടം എന്താണ്? റീയൂസബിൾ അല്ല, പക്ഷെ STD പ്രിവെന്റ് ചെയ്യും. ഇത് റീയൂസബിൾ ആണ്, പക്ഷെ STD പ്രിവെന്റ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തത് IUD ആണ്. വാട്ട് ഈസ് IUD? Intrauterine device. These are the device which are inserted in the uterus. യൂട്രസിൽ ഇൻസർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് IUD, ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താ പറയുക? ഇൻട്രായൂട്രൈൻ ഡിവൈസ്. ദീസ് ആർ ദ ഡിവൈസ് വിച്ച് ആർ ഇൻസേർട്ടഡ് ഇൻ ദ യൂട്രസ്. വാട്ട് ഇസ് എ കോമൺ ഫങ്ഷൻ ഓഫ് IUD? IUDയുടെ കോമൺ ഫങ്ഷൻ എന്താ നിങ്ങൾക്കറിയോ? നിങ്ങൾ നേരത്തെ പഠിച്ചു, കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. കോമൺ ആയിട്ട് ഈ 3 IUDയുടെയും ഫങ്ഷൻ എന്താ? 3 IUDക്ക് എന്ത് ഫങ്ഷൻ വരും അറിയോ? അതായത് 3 IUDയും കൂടെ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് increase phagocytosis of the sperm. സ്പേമിന്റെ ഫാഗോസൈറ്റ്, യൂട്രസിലുള്ള ഫാഗോസൈറ്റോസിസ് കൂട്ടുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് ഈ 3 IUDയുടെയും ഫങ്ഷൻ. In addition to this function, the copper releasing IUD release copper ions. ഈ ഫങ്ഷൻ കൂടാതെ copper releasing IUD release copper ion. What's the function of copper ion? Copper ion, 1, suppress sperm motility. 2, it reduce the fertilization capacity. So what are the 2 functions of copper ion released by copper releasing IUD? First, it suppress the sperm motility. Second one, reduce the fertilization capacity. Tell me, what are the 2 functions? What is the common function of IUD? It increases phagocytosis. But additionally, copper releasing IUD release copper ions, and this copper ion, 1, suppress sperm motility. Second one, it reduce the fertilization capacity. Sperm in the motility കുറയ്ക്കും, fertilization capacity കുറയ്ക്കും. ഇതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു. യു ഓൾറെഡി സ്റ്റഡിഡ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓൾ പോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ. വൈ? അല്ലെ? എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും എന്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ അവസാനിക്കുന്നില്ല
ആൻസർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ബോത്ത് ദ sperm and ova reach the ampullary region simultaneously, then only fertilization take place. ആ ഒരു പോയിന്റ് നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യും? ഇതിന്റെ സ്പീഡ് കുറയ്ക്കും. മോട്ടിലിറ്റി, അതിന്റെ സ്പീഡ്, സ്പേമിന്റെ സ്പീഡ് കുറയ്ക്കും. അപ്പൊ സ്പേം കറക്റ്റ് സമയത്ത് അവിടെ എത്തില്ല. സ്പേമിന് മാക്സിമം 48 hours to 72 hours ആണ്. ആസ് എൻ ആവറേജ് 48 hours to 72 ഉണ്ടെങ്കിലും ഒരു 2 days ആണ് ഓൾമോസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആവറേജ് ടൈം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു എന്തിന്റെ നമ്മൾ ആദ്യം ഇതിൽ പറയുന്നത് കോപ്പർ റിലീസിംഗ് അയോഡി. ഞാൻ ആദ്യം പറഞ്ഞു പോയത് കോപ്പർ റിലീസിംഗ് അയോഡി റിലീസ് കോപ്പർ അയോൺസ്. കോപ്പർ അയോൺസ് 1 suppress sperm motility and second one reduce fertilization capacity. What are the examples? Examples are very, very important. Examples are copper T, copper 7 multilode. Copper T, copper 7 multilode are examples of copper releasing IUD. Okay, the next one is about hormone releasing IUD. Why it is called? What is the normal function? Phagocytosis. What is the additional function? It releases some hormones. What are the hormones released by hormone releasing IUD? Hormone releasing IUD release ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? Either progesterone or progesterone estrogen combination. ഒരിക്കലും ഈസ്ട്രോജൻ അലോൺ ഇല്ല. ഒന്നുകിൽ പ്രൊജസ്ട്രോജൻ, അങ്ങനെയാണെങ്കിൽ NCERT ഉണ്ടാവുക. പ്രൊജസ്ട്രോജൻ ഓർ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ. ആ ഹോർമോൺ ഒന്നുകിൽ പ്രൊജസ്ട്രോൺ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആണ് ഈ ഒരു IUDയിൽ ഉപയോഗിക്കുന്നത്. വാട്ട്സ് ദ ഫംഗ്ഷൻ ഓഫ് ഹോർമോണൽ IUD ഇൻ അഡീഷൻ ടു ഫാഗോസൈറ്റോസിസ്? 1, it prevent ovulation. Prevents ovulation. Second one, it prevents implantation. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോൾ അറ്റാച്ച് ചെയ്യുന്നല്ലേ ഇംപ്ലാന്റേഷൻ. ഇറ്റ് പ്രിവെന്റ് ഓവുലേഷൻ, പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ, ആൻഡ് മോർ ഓവർ ഇറ്റ് മേക്ക് സം ചേഞ്ചസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ സെർവിക്കൽ മ്യൂക്കസ്. സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. അപ്പൊ സ്പേമിന് വളരെ ഫ്രീ ആയിട്ട് ആ മ്യൂക്കസിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. These are the functions of prevent ovulation, prevent implantation, make the cervix hostile to sperm. That means change the quality of the cervical mucus. Okay, then what are the examples? You can see Ncert and LNG20. Ncert and LNG20 are examples of hormone releasing IUD. Okay, and one more, the first one is non-medicated IUD. Non-medicated IUD എന്ന് പറയാൻ കാരണം എന്താ? അതിനകത്ത് കോപ്പർ അയോണും ഇല്ല, ഹോർമോണും ഇല്ല. Then what is its function? I already told you what's the common function. The common function is it increase phagocytosis. So ellipse loop. Loop is an example of non-medicated IUD which increase phagocytosis. These are about IUDs. മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ 8 മണിയായി, മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Then you can study about hormonal method. Hormonal method നമ്മൾ എന്തൊക്കെയാ വരിക? Hormonal method എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് വരും. അത് ഡെയിലി പിൽസ് ഉണ്ട്, വീക്ക്ലി പിൽസ് ഉണ്ട്, ഡെയിലി പിൽസ് ഉണ്ട്. ഡെയിലി പിൽസിന്റെ പ്രത്യേകത എന്താ? ഈ പിൽസ് നമ്മൾ ഡെയിലി കഴിക്കണം, അല്ലേ? ഡെയിലി കഴിക്കണം. എത്ര ദിവസം, എത്ര കാലം പ്രഗ്നന്റ് ആവാതിരിക്കണോ അത്രയും കാലം കഴിക്കണം. പക്ഷേ ഒരു 21 days ഒക്കെ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കൊരു 5 to 7 days ഗ്യാപ്പ് ഇടാം. അതെന്തിന്റെ ഗ്യാപ്പാ? മെൻസ്ട്രുവൽ സൈക്കിളിന്റെ മെൻസ്ട്രുവൽ ഫ്ലോ സമയത്തുള്ള ആ മെൻസ്ട്രുവൽ ഫ്ലോ സമയത്ത് നിങ്ങൾ കഴിക്കണം എന്നില്ല. ആ ഒരു 5 to 7 days ഗ്യാപ്പ് ഇട്ട് വീണ്ടും നമ്മൾ 21 days വരെ കഴിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് സൈഡ് എഫക്റ്റും ഉള്ള ഒരു സാധനമാണ് പിൽസ്. ഡെയിലി പിൽസും ഉണ്ട്, വീക്ക്ലി പിൽസും ഉണ്ട്. ആ വീക്ക്ലി പിൽസ് നിങ്ങൾക്ക് അറിയണം, സഹേലി എന്നാണ് അതിന് പറയുക. അതൊരു നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ്. നോൺ സ്റ്റിറോയിഡൽ വീക്ക്ലി വൺസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ്. CDRI ലക്നൗ, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI ലക്നൗ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് പറയാ, നമ്മളെ സഹേലി എന്ന് പറയുന്ന വീക്ക്ലി.
And finally, we are reaching the surgical method. Surgical method നിങ്ങൾക്കറിയാം, വെസക്ടമി ആൻഡ് ട്യൂബക്ടമി അല്ലെ. വെസക്ടമി എന്ന് പറഞ്ഞാൽ ആരിൽ കാണുന്ന മെത്തേഡാണ്. വെസക്ടമി എന്ന് പറയുന്നത് ആരിൽ കാണുന്ന പ്രൊസീജിയർ ആണ്. ദ സർജിക്കൽ പ്രൊസീജിയർ ഇൻ മെയിൽ. മെയിലിൽ കാണുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ് വെസക്ടമി. വാസ് ഡെഫറൻസിനെയാണ് കട്ട് ചെയ്യുന്നത്. സ്ക്രോട്ടത്തിൽ ഒരു ഇൻസിഷൻ, മുറിവ് ഉണ്ടാക്കി അതിലൂടെ വാസ് ഡെഫറൻസ് എടുത്ത് വാസ് ഡെഫറൻസ് കട്ട് ചെയ്ത് ഒരു പീസ് കളയുകയോ അല്ലെങ്കിൽ ടൈ ചെയ്യുകയോ ചെയ്യുന്ന മെത്തേഡാണ് വെസക്ടമി. അപ്പൊ മെയിലിൽ നടക്കുന്ന സർജിക്കൽ പ്രൊസീജിയർ ആണ് വെസക്ടമി എന്ന് മനസ്സിലാക്കുക. അത് വാസ് ഡെഫറൻസ് ആണ് കട്ട് ചെയ്യുന്നത്, സ്ക്രോട്ടത്തിലാണ് ഇൻസിഷൻ ഇടുന്നത്. ഈ വെസക്ടമി വെസക്ടമി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെസക്ടമി ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പേം ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ സ്പേം ഉണ്ടാവും. സ്പെർമാറ്റോജനസിസ് നടക്കും. പക്ഷെ സ്പേമിന്റെ ട്രാൻസ്പോർട്ട് നടക്കില്ല. അതായത് ഇജാക്കുലേറ്ററി ഫ്ലൂയിഡിനകത്ത് സ്പേം ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? സ്പെർമാറ്റോജനസിസ് വിൽ ടേക്ക് പ്ലേസ്, ബട്ട് സ്പേം, ദാറ്റ് മീൻസ് ഗമറ്റ് ട്രാൻസ്പോർട്ട്, ഡു നോട്ട് ടേക്ക് പ്ലേസ്. അതുപോലെയാണ് നമ്മുടെ ഫീമെയില് ട്യൂബക്ടമി. എന്താണ് കട്ട് ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട്. ഫെലോപ്പിയൻ ട്യൂബ് ആണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തൊരു പീസ് കളയോ അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യോ ചെയ്യുന്ന ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഇത് എന്താണ്? ഫീമെയിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, സർജിക്കൽ മെത്തേഡ് ആണ്. ഫെലോപ്പിയൻ ട്യൂബ് ഈസ് കട്ട്. ഓക്കെ, ഇത് ഒന്നുകിൽ അബ്ഡമനകത്ത് ഇൻസിഷൻ ഇടും, വയറിനകത്ത് അബ്ഡമന്റെ മുകളിൽ ഇൻസിഷൻ ഇട്ടിട്ട് ഈ സർജറി ചെയ്യും, അല്ലെങ്കിൽ ഇൻസിഷൻ ഇടാതെ വജൈന വഴി ഈ സർജറി ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലെ? ഈ മേലുള്ള ചിത്രം വെസക്ടമിയും താഴെയുള്ള ചിത്രം ട്യൂബക്ടമിയുമാണ്. ഓക്കെ, ഈ രണ്ടിന്റെയും അഡ്വാൻറ്റേജ് എന്താ? ദിസ് ഈസ് 100% അല്ലെ, 100% നമുക്ക് വിശ്വസിക്കാം. ഇതിനെ ഓൾമോസ്റ്റ് 100% വിശ്വസിക്കാം. കാരണം ഇറിവേഴ്സിബിൾ ആണ്. അത് തന്നെയാണ് ഇതിന്റെ ഡ്രോബാക്കും. ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഐഡിയൽ അല്ല. ഓക്കെ, മക്കളെ ജസ്റ്റ് 1 മിനിറ്റ്. ഒറ്റ മിനിറ്റ്. സോറി മക്കളെ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാണ് കേട്ടോ, ഒന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മുടെ എന്താണ് അടുത്ത പോയിന്റ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP എന്ന് പറയും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. വാട്ട് യു മീൻ ബൈ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. എന്താ മക്കളെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം ത്രട്ടൻഡ് അബോർഷൻ എന്നൊരു സാധനമുണ്ട്. നോർമൽ അബോർഷൻ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അബോർഷനായി പോവാം. എന്നാൽ ഇതല്ല, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അബോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഓർ MTP, അതായത് സാധാരണ 9 months ആസ് എൻ ആവറേജ് 270 to 80 days അല്ലേ നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ്. അതിനെയാണ് ഫുൾ ടേം എന്ന് പറയാം. ഒരാളുടെ ഗർഭകാലം, പ്രഗ്നൻസി പീരീഡ് 9 months 10 days 270 to 80 days, ദാറ്റ് ഈസ് എ ഫുൾ ടേം. ആ ഫുൾ ടേം ആകുന്നതിന് മുമ്പേ
before the full term, intentionally we remove the fetus. That is called MTP, medical termination of pregnancy, or otherwise called, due to this reason we call it as induced abortion. Okay. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ലോ, ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 1971 ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. 1971 MTP is legalized with strict rules and regulation. അതായത് നമുക്ക് തോന്നിയതുപോലെ MTP ചെയ്യാൻ പറ്റില്ല. MTP ചെയ്യണമെങ്കിൽ അതിന് സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. നമുക്ക് MTP ചെയ്യാൻ അനുവദിക്കുന്ന ഒരു കണ്ടീഷൻ എന്താ? ഒരു കണ്ടീഷൻ, ഈ കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രഗ്നൻസി ഈസ് എയ്തർ ഹാർംഫുൾ ടു ദ മദർ ഓർ ഫീറ്റസ് ഓർ ബോത്ത്, അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഇതൊക്കെയുള്ള സമയത്ത് അനുവദീയമാണ്. എന്തൊക്കെയാ? അതായത് ഈ പ്രഗ്നൻസി തുടരുകയാണെങ്കിൽ മദറിനോ അല്ലെങ്കിൽ കുഞ്ഞിനോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ ഡേഞ്ചർ ആണെങ്കിൽ നമുക്ക് അബോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അബോർട്ട് ചെയ്യാം. അല്ലാതെ വെറുതെ നമുക്ക് ഇങ്ങനെ അബോർട്ട് ചെയ്യാനുള്ള ഒരു അധികാരം ഇല്ല. അതാണ് വിത്ത് സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചുകൊണ്ട് ലീഗലൈസ് ചെയ്തിട്ടുണ്ട് 1971 ഈ MTP, അതായത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഒരൊറ്റ പോയിന്റോടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. എന്താ പോയിന്റ്? എത്ര വരെ MTP സേഫ് ആണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ട്രൈമെസ്റ്റർ, ഒരു ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലടാ, ട്രൈമെസ്റ്റർ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമെസ്റ്റർ ആദ്യത്തെ 3 മാസം. ശരിക്ക് മനുഷ്യന്റെ പ്രഗ്നൻസി പീരീഡിനെ നമ്മൾ എന്താക്കി തിരിച്ചിട്ടുണ്ട്? 3 ട്രൈമെസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് 3 months, സെക്കൻഡ് 3 months, തേർഡ് 3 months. അതിൽ ഫസ്റ്റ് ട്രൈമെസ്റ്റർ ആദ്യത്തെ 3 മാസം 12 weeks അതുവരെ MTP സേഫ് ആണ് എന്നാണ് നമ്മളെ ഈ പോയിന്റിൽ പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ അമെൻമെന്റ് പ്രകാരം 6 months വരെ MTP ചെയ്യാനുണ്ടെങ്കിലും MTP സേഫ് അപ് ടു 3 months, അതായത് 12 weeks. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണാം. ഇത് ഓൾറെഡി ഉണ്ട്. MTP is done. എപ്പോഴാണ് MTP ചെയ്യുന്നതെന്നാണ്. ഒന്ന്, അൺവാണ്ടഡ് പ്രഗ്നൻസി ഡ്യൂ ടു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ്, യാതൊരു എന്തുമില്ലാതെ ബാരിയേഴ്സും ഒന്നുമില്ലാതെ ഉള്ള ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയ സെക്ഷൽ കോണ്ടാക്ട്, ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ്, റേപ്പ് കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ MTP ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ മദറിനോ ഫീറ്റസിനോ രണ്ടുപേർക്കോ ഇത് ഹാംഫുൾ ആണെന്ന് കണ്ടുപിടിക്കുമ്പോഴും ക്രോമസോമൽ അബ്നോർമാലിറ്റി കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് MTP ചെയ്യാം. And the next section is about STD, sexually transmitted disease. Tell me what you mean by sexually transmitted disease. Sexually transmitted disease means these are the disease which is transmitted from one person to other through sexual contact. Sexual contactലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? STD എന്ന് പറയുക. നമ്മളിവിടെ അതിനെ STI എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, the infection which spread from one person to other through sexual contact, that is called STD. ഇതിന് മറ്റൊരു പേരാണ് venereal disease. അതിനെയാണ് VD എന്ന് അബ്രിവേറ്റ് ചെയ്തത്. STD or STI is also known as VD, venereal disease, or RTI. എന്താ? reproductive tract infection. ഇപ്പോൾ STI or STD, VD and RTI. RT എന്നാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആണ്, റെസ്പിറേറ്ററി ട്രാക്ട് അല്ല കേട്ടോ. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്കതിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 5 minutes കൊണ്ട് പഠിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. എന്താ? ബാക്ടീരിയൽ ഏതൊക്കെയാണ്? ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒന്ന് ഗൊണോറിയയാണ്. ഗൊണോറിയ, അതേപോലെ തന്നെ മറ്റൊന്ന് സിഫിലിസ് ആണ്, ക്ലമൈഡിയാസിസ് ആണ്. ഇതിന്റെ പാത്തോജൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്ടീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദാഹരണം ബാക്ടീരിയൽ STDക്ക് ഉദാഹരണമാണ് ഗൊണോറിയ, സിഫിലിസ്,
ക്ലമൈഡിയാസിസ്. ഓക്കെ, അതുപോലെ ഒരു പ്രോട്ടോസോവൽ STD ആണ് ട്രൈക്കോമോണിയാസിസ്. ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ STD ആണ്. ബട്ട് യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ വൈറൽ STD ലൈക്ക് വൈറൽ STD ഏതാ? എയ്ഡ്സ്, അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, ജനൈറ്റൽ വാർഡ്സ്, ജനൈറ്റൽ ഹെർപ്പീസ്, ഇതൊക്കെ വൈറലാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്കാം. ബാക്ടീരിയൽ, പ്രത്യേകിച്ച് ബാക്ടീരിയലും അതേപോലെ തന്നെ വൈറലും എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കണം നമ്മുടെ STD. ഓക്കെ, ഇനി എന്താടാ ഇതില് നമ്മൾ ഈ പഠിച്ച എത്ര എണ്ണം? നമ്മളിപ്പോ 3, 4, 8 എണ്ണം പഠിച്ചു. ഇതില് വൈറൽ എടുക്കും നിങ്ങൾ. ഈ വൈറൽ STDs എടുത്താൽ അതിനകത്ത് 2 എണ്ണം പ്യുവർ STD ആണെന്ന് പറയാൻ പറ്റൂല. പ്യുവർ STD ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഓൺലി ത്രൂ സെക്ഷൽ കോണ്ടാക്ട്. STD ഡെഫിനേഷൻ ത്രൂ സെക്ഷൽ കോണ്ടാക്ട് അല്ലേ? പ്യുവർ STD നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അത് വെറും സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ മാത്രമാണ് പകരാന്ന് പറയാൻ പറ്റില്ല. അത് ഏതൊക്കെയാ? അത് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ്. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും അതർ ദാൻ സെക്ഷൽ കോണ്ടാക്ട് എന്തിലൂടെ പകരും? ഒന്ന് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരും, രണ്ടാമത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ പകരും, മദർ ടു ചൈൽഡ് വരാം, അതേപോലെ തന്നെയോ ഈ അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽ സിറിഞ്ച് അതായത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പോഴും വരാം. അതുകൊണ്ട് ഇത് 100% സെക്ഷൽ കോണ്ടാക്ടോടെ മാത്രം വരുന്ന രോഗമാണ് എന്ന് വിചാരിക്കരുത്. എയ്ഡ്സ് ആൻഡ് എന്താ ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ജനൈറ്റൽ ഹെർപ്പീസ് ഈസ് നോട്ട് ക്യൂർ 100%. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്ത 3 STDs ആണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ജനൈറ്റൽ ഹെർപ്പീസും. അതുകൂടെ നിങ്ങൾ പഠിക്കണം. പിന്നെ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് STD? STDയുടെ സിംറ്റംസ് എന്തൊക്കെയാ? STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ STI വരുന്ന സമയത്ത് ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഇൻഫ്ലമേഷൻ, സ്ലൈറ്റ് സ്വെല്ലിംഗ് ഇൻ ദ ജനൈറ്റൽ ഏരിയ. അതുപോലെ തന്നെ സ്ലൈറ്റ് പെയിനും ഉണ്ടാവും. ചെറുതായിട്ട് ഇൻഫ്ലെയിം ചെയ്യും, ചെറുതായിട്ട് പെയിൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജനൈറ്റൽ ഏരിയ. ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതൊക്കെ ഫ്ലൂയിഡ് ഡിസ്ചാർജും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് കൂടുന്ന അവസ്ഥയാവുമ്പോഴാണ് നമ്മൾ അതിനെ STD എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഇനി എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? STD എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 മുതൽ 24 വരെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ STD പേഷ്യൻസ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ ഈ ഒരു കണക്ക് നമ്മുടെ ഇന്ത്യയിൽ എന്തല്ല, പ്രാവർത്തികമല്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ലോകത്തിലെടുക്കുമ്പോൾ 15 to 24 ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഈ STIs കാണുന്നത് എന്നുള്ളൊരു സത്യം നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. എങ്ങനെയൊക്കെ നമുക്ക് STD പ്രിവെന്റ് ചെയ്യാം? ഹൗ ക്യാൻ വി പ്രിവെന്റ് STDs? STD പ്രിവെന്റ് ഒരു മെത്തേഡ് നോക്കൂ. അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് അൺനോൺ പാർട്ട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർ. അൺനോൺ പാർട്ട്ണർ അഥവാ മൾട്ടിപ്പിൾ പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. 2, ഓൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. സെക്ഷൽ കോണ്ടാക്ട് സമയത്ത് കോണ്ടം യൂസ് ചെയ്യുക. 3, എന്തെങ്കിലും ഒരു രോഗമുണ്ടെന്ന് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് സന്ദർശിക്കണം. അതെന്താ, നമ്മൾ ഡോക്ടർ ക്വാളിഫൈഡ് അല്ലേ എന്ന് വിചാരിക്കും. കാരണം ഇവിടെ ഒരുപാട് ഈ മുറി വൈദ്യന്മാർ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഡോക്ടറെ അടുത്ത് തന്നെ നിങ്ങൾ പോകണം എന്നുള്ളതാണ്. ദിസ് ഈസ് എവറിത്തിങ് അബൌട്ട് STD. ആൻഡ് ഫൈനലി ഇപ്പൊ നമുക്ക് 8:15 ഒരു 15 മിനിറ്റ് കൂടെ നമ്മുടെ സമയമുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് എടുക്കും. അതായത് ഇൻഫെർട്ടിലിറ്റി. നമ്മൾ ഇതുവരെ പഠിച്ച നേരെ ഓപ്പോസിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ പഠിച്ച എന്താ? എങ്ങനെ ഒരു ഹെൽത്തി ആയ ആൾക്ക്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ഒരാൾക്ക് എങ്ങനെ കുട്ടികളുടെ ഉണ്ടാവാൻ പാടില്ല, എണ്ണം കുറയ്ക്കണം,
എന്നുള്ളതാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി അല്ലാത്ത ഒരാൾക്ക്, അതായത് ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പഠിക്കാൻ പോണത്. പക്ഷെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോ കപ്പിൾസ് മോർ ദാൻ 1 year to 2 years എങ്ങനെ സെക്ഷലി കോഹാബിറ്റേഷൻ, സെക്ഷലി അവർ ഒന്നിച്ച് താമസിക്കുകയും എന്നിട്ടും കുട്ടികളില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി കേസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് എന്താ, കപ്പിൾസ് അനേബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഇൻ സ്പൈറ്റ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, എന്ത്, പ്രൊട്ടക്റ്റ് ഒന്നും ഇല്ലാത്ത അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോഹാബിറ്റേഷൻ, ഒന്നിച്ച് താമസിച്ചിട്ടും എന്തുണ്ടാവുന്നു, കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫെർട്ടിലിറ്റി ഉള്ള കപ്പിൾസിനെ ഫെർട്ടൈൽ ആക്കി മാറ്റുന്ന മെത്തേഡിന്റെ പേരാണ് ആർട്ട്, അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ്. അയ്യോ, റീപ്രൊഡക്റ്റീവ് ചോദ്യം ഉണ്ട്, ഒരു മിനിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് STI എന്നോ രണ്ടും ഒന്നാടാ. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷനും റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നതും അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലാതെ റീപ്രൊഡക്റ്റീവ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാറുണ്ട്, UTI വരാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷനും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഏകദേശം ഒരേ കാര്യത്തിനെ പറയുന്നതാണ്. എന്നാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും യൂറിനറി ട്രാക്റ്റും റിലേറ്റഡ് ആണ്. അവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു STI ആയിട്ട് നമ്മൾ കണക്കാക്കൂല. ഞാൻ ഇപ്പോഴാണ് കണ്ടു കേട്ടോ അത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നു ആർട്ട്. എന്താണ് ആർട്ട് എന്ന് പറഞ്ഞാൽ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. എന്താണ് ഈ ആർട്ടിന്റെ ഉദ്ദേശം? ആർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്തിനു ഉപയോഗിക്കുന്നു? ഇൻഫെർട്ടൈൽ കപ്പിൾസിനെ ഫെർട്ടൈൽ ആക്കി മാറ്റുക. അതിലുള്ള ചില മെത്തേഡാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത്. ഫസ്റ്റ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എവറി പോയിന്റ് യു ഷുഡ് നോ. ഒരു 5 പോയിന്റുകൾ പഠിക്കാനുണ്ട്, പഠിക്കുക. ഫസ്റ്റ് വൺ ഈസ് IVF-ET. വാട്ട് ഈസ് IVF-ET? In vitro fertilization followed by embryo transfer. That is called IVF-ET. IVF, in vitro fertilization followed by embryo transfer. That is called IVF-ET. It is also known as test tube baby program. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്ന് കേട്ടിട്ടില്ലേ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നാണ് നമ്മളെ പറയാ. IVF-ET. What do you mean by in vitro fertilization? In vitro fertilization എന്താ? In vitro fertilization means the fertilization take place outside the female body. You know very well, fertilization take place inside the female body in the fallopian tube. അല്ലേ? ഫെലോപ്പിയൻ ട്യൂബിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുക. എന്നാൽ ഇവിടെയോ സ്ത്രീയുടെ ശരീരത്തിന് പുറത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനെയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. അങ്ങനെ ഉണ്ടാവുന്ന സൈഗോട്ട് ഓർ എംബ്രിയോ വീണ്ടും സ്ത്രീ ശരീരത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ആൻഡ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ഇൻ ദ ഫീമെയിൽ ബോഡി. ദിസ് ഈസ് കോൾഡ് in vitro fertilization followed by embryo transfer. IVF-ET, in vitro fertilization followed by embryo transfer എന്ന മെത്തേഡ്, ഇതിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുക. ഇതിൽ നമ്മൾ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ? വൺ ഈസ് കോൾഡ് SIFT and other one is called IUT. എന്താണ് SIFTും IUTയും തമ്മിലുള്ള വ്യത്യാസം? ഇത് പഠിക്കണം മക്കളെ. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഏകദേശം നമ്മൾ വിതിൻ 10 minutes we are going to wind up the class. ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങൾ ഉഷാറായിട്ട് ഒന്ന് കത്തിച്ചൊക്കെ വിടറാ. ഇത് അതുമില്ലാതെ ഇങ്ങനെ സൈലന്റ് ആയിരിക്കും നമുക്ക് മോശമല്ലേ? റെഡി ആണല്ലോ? നിങ്ങൾ കത്തിച്ച് വിടുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുന്നില്ല. കുറച്ച് സമയം എടുക്കും എന്തായാലും. ഓക്കെ, അപ്പൊ SIFTും IUTയും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് SIFT ആൻഡ് വാട്ട് ഈസ് IUT? സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഈസ് കോൾഡ് SIFT. അതേപോലെ തന്നെ എന്താ ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ഈസ് കോൾഡ് IUT. അപ്പൊ പറയൂ എന്താ വ്യത്യാസം? SIFT എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട്. ഓക്കെ, ഇപ്പൊ വന്നു കത്തിക്കലൊക്കെ ഇപ്പോഴാ വന്നത്. ഓക്കെ,
സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ either the zygote or embryo up to 8 cell. പഠിക്കണം കേട്ടോ. അതായത് ഒന്നുകിൽ സൈഗോട്ട് അല്ലെങ്കിൽ എന്താ എംബ്രിയോ അപ് ടു 8 സെൽ സ്റ്റേജ് ആണെങ്കിൽ ഇനിഷ്യൽ എംബ്രിയോ ഇല്ലേ, അതിന് നമ്മൾ നേരെ എങ്ങോട്ടാ വിടുക? സൈഗോട്ടിനെ അല്ലെങ്കിൽ എയർലി എംബ്രിയോ അപ് ടു 8 സെല്ലിനെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വിടും. അതാണ് സ്വിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇനി അതിനേക്കാൾ കൂടുതലാണെങ്കിലോ, 8 സെല്ലിന് മേലെയാണെങ്കിലോ, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ യൂട്രസ്. ദാറ്റ് ഇസ് കോൾഡ് IUT, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോ ഉണ്ടാവുന്ന സൈഗോട്ട് ആണെങ്കിലും എയർലി എംബ്രിയോ അപ് ടു 8 സെല്ലാണെങ്കിലും അത് ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് സ്വിഫ്റ്റ്. എന്നാൽ അതിന് മേലെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8 സെല്ലിന് മേലെ വരുന്ന എംബ്രിയോ ആണെങ്കിൽ യൂട്രസിലേക്ക് ഡയറക്റ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് IUT. ദീസ് ടു ആർ ബിലോങ് ടു വിച്ച് വൺ? They are belong to IVF-ET. Next one is the gift. എന്താ മക്കളെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഗാമറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ വൈഫിനെടുത്തുനിന്ന് ഓവത്തിനെടുക്കും, ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് സ്പേമിനെടുക്കും. ദാറ്റ് മീൻസ് യു ഷുഡ് നോ ദീസ് ആർ ദ ഗാമറ്റ്സ്. ദേ ആർ നോട്ട് ഫ്യൂസ്ഡ് ഔട്ട്സൈഡ്. എന്താ ചെയ്യുന്നത്? ദീസ് ആർ ടേക്കൺ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു അനദർ ലേഡി. She cannot produce ovum, but she has the atmosphere for fertilization. അതായത് മൂന്നാമതൊരു ലേഡിയുടെ, ഇപ്പോ ഹസ്ബൻഡും വൈഫും ഉണ്ട്, അവരെടുത്തുനിന്ന് ഗാമറ്റ് എടുക്കും, എന്നിട്ട് ഒരു അടുത്തൊരു സ്ത്രീയുടെ യൂട്രസിലേക്ക്, ഒരു ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അത് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഗാമറ്റ്സ് ആർ ടേക്കൺ and transferred into fallopian tube. That is called a gift. Gamete intrafallopian transfer. ഇത് ആരിലാണ് ചെയ്യുന്നത്? This method is employed when the woman, that is the wife, cannot give a good atmosphere for fertilization. The wife can produce ovum, but she cannot provide a good atmosphere for fertilization. അങ്ങനെയുള്ള കേസിലാണ് സറോഗേറ്റി മദേഴ്സിലേക്ക് നമ്മൾ മാറ്റുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? ഗിഫ്റ്റ്. ഗാമറ്റ്സ് ആർ ടേക്കൺ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് ദ അനദർ ലേഡി ആൻഡ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ദർ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ വിട്രോ, ഇൻ വൈവോ. ദിസ് ഈസ് കോൾഡ് ഇൻ വൈവോ. വാട്ട് ഈസ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ? ടെൽ മീ. Intracytoplasmic sperm injection means that even though the number of sperms are very, very less in the human semen, the semen is isolated, the sperm is isolated, and it is injected into the cytoplasm of the ovum. The sperm is taken and injected into the cytoplasm of the ovum. That is called intracytoplasmic sperm injection. And finally, artificial insemination. What's the function of penis? Penis in the function and the only insemination. Penis in the function സ്ത്രീ ശരീരത്തിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ penile erection, you know, penis is made up of erectile tissue. Some patients are suffering from ED, erectile dysfunction. In such patients, the male cannot inseminate into the female properly. Appo endha cheya nammal artificial insemination nadathum. Semen is taken and inseminated into the female artificially, either into the vagina or into the uterus. കോമൺ ആയി പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് യൂട്രസിലാണെങ്കിൽ നമ്മൾ IUI എന്ന് പറയാം, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. കോമൺ ആയിട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ വെജൈന ഓർ യൂട്രസ്, കോമൺലി ഇറ്റ് ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ബട്ട് സ്പെസിഫിക്കലി ഇറ്റ് ഈസ് ഇൻസെമിനേറ്റഡ് ഇൻ ദ യൂട്രസ് കോൾഡ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, ദീസ് ആർ ദ പോയിന്റ്സ്. These are the point we want to discuss today. അപ്പൊ നമ്മള് എൻറ്റയർ ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക.
മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? First point, you know, amniocentesis, why it is banned. Then you can go for the contraception methods. What are the actions of copper releasing IUD? അതേപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUD. വാട്ട് ആർ ദ 3 types ഓഫ് നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ? ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ തന്നെ STD, കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്താ പറയുക, കുറഞ്ഞ പാർട്ടിസിപ്പൻസ് അതിനകത്തുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരും. യൂട്ടിലൈസ് ദിസ് സ്ലൈഡ് and get a maximum mark, not maximum full marks from this chapter. Okay, അപ്പൊ നമ്മള് ഈ ഒരു നിങ്ങളുടെ CBSEയുടെ സെക്കൻഡ് ഇയറിലെ ഈ ഒരു ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ഈ ചാപ്റ്ററിലുള്ള മാക്സിമം മാർക്ക് നമ്മൾ വാങ്ങിക്കണം. അതിന് നിങ്ങൾ ഈ സ്ലൈഡും ഈ ക്വസ്റ്റ്യനും കാര്യങ്ങളും, സ്ലൈഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. We are going to wind up the class today and thank you for your participation. കുറച്ച് കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. I appreciate you for this and I expect a good result from your good result for this chapter particularly. Okay, good night to everybody. We are going to wind up the class. Okay, good night.